ഹായ് ഗൈസ്, എല്ലാവർക്കും ഫോറസ്കലയുടെ ഒരു ഡേ ട്രേഡ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് ഗോൾഡിൻ്റെ ട്രേഡ് സെറ്റപ്പ് കാര്യങ്ങളാണ്. മോർണിംഗിൽ വരുന്ന ട്രേഡ് എന്തെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മളൊരു 50K അക്കൗണ്ട് പുതുതായിട്ട് എടുത്തു. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 100K അക്കൗണ്ട് എടുത്തിരുന്നു. ഏകദേശം 1500 ഒക്കെ പ്രോഫിറ്റ് ആയപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് മനസ്സിലായത്. ടോപ്പ് സ്റ്റെപ്പിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ അക്കൗണ്ടാണ് ഞാൻ എടുത്തിരുന്നത്. ടോപ്പ് സ്റ്റെപ്പിന് പ്രത്യേക ഒരു പോളിസി ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ആധാർ കാർഡ് എന്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ടാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഒരു ഐ ഡി മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറേ നാൾ മുമ്പ് ടോപ്പ് സ്റ്റെപ്പ് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഞാനത് മറന്നുപോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും 2 ഐ ഡി ക്രിയേഷനായി. അങ്ങനെ ഞാൻ അക്കൗണ്ടൊക്കെ ഏകദേശം ഒരു 1500 ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലൈവായിട്ടിട്ട് എല്ലാ ട്രേഡൊക്കെ പ്രോഫിറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണുന്നത്. അവർക്ക് അത്തരത്തിൽ 2 KYC പാടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ റിജക്ഷൻ ആവും എന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിലവിൽ പുതിയൊരു 50K അക്കൗണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ ഞാനൊരു അക്കൗണ്ട് എടുത്തു. അപ്പോൾ ആ അക്കൗണ്ട് എടുത്ത വഴി തന്നെ ഞാൻ മോർണിംഗ് തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ബൈയിങ് എൻട്രി ഉണ്ടെന്നുള്ളത്. ഞാൻ ഓൾറെഡി ഒരു 9 ഈ ഒരു ടൈം ആയപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഞാൻ അതിന് ശേഷം അക്കൗണ്ടൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ ബൈയിങ് എടുത്തു. അതിനിടയ്ക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റി, നമുക്ക് എക്സിറ്റ് ആവാൻ SL വയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിപ്പോയി. ആദ്യമായിട്ട് എടുക്കുന്നത്. ഇതിന് മുമ്പൊക്കെ ഞാൻ നിഞ്ചയാണ് സെലക്ട് ചെയ്തിരുന്നത്. നിഞ്ച സെലക്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ നിഞ്ച ട്രേഡർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഒരു നിഞ്ചയാണ് ഒരു സിസ്റ്റത്തിൽ വരുള്ളൂ. പിന്നെ അവരുടെ മൊബൈൽ പ്ലാറ്റ്ഫോം ഭയങ്കര ടഫാണ് യൂസ് ചെയ്യാനായിട്ട്, അത്ര യൂസേഴ്സ് ഫ്രണ്ട്ലി ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ ട്രേഡൊക്കെ എടുത്തു, ഇവിടെ ഒരു എൻട്രി ഒക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒരു 30 പിപ്സിലൊക്കെ ചെറിയ എസിലൊക്കെ വെച്ചിട്ട് സ്കാൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെ എടുത്തൊരു എൻട്രി ആയിരുന്നു. അതെന്തായാലും മിസ്സായി. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നെക്സ്റ്റ് ഒരു ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആരെങ്കിലുമൊക്കെ ഒരു 50K അക്കൗണ്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ ഒപ്പം തന്നെ ട്രേഡ് ചെയ്ത് പാസ്സാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈവായിട്ട് എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. ഗൂഗിൾ മീറ്റ് വഴി ഉണ്ടാവാറുണ്ട്, ടെലഗ്രാം വഴി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ത്രെഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ആശയത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള വെപ്പൺസ് വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകുമ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷണൽ രീതിയിലേക്കൊക്കെ വരാനായിട്ട് സാധിക്കും. ഒരു പ്രൊഫഷണൽ ട്രേഡറാണ് ആവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ഓരോ അക്കൗണ്ട്സൊക്കെ പാസ്സാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. നിലവിലിപ്പോൾ 50K അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് മുതൽ അതിൻ്റെ ലൈവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ മറ്റും അപ്ഡേറ്റ് ഉണ്ടാകും. അപ്പം അത് ടെലഗ്രാമിലാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്യണോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ ചെയ്യണം, ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മുടെ കാര്യങ്ങൾ. അതേപോലെ ടോപ്പ് സ്റ്റെപ്പൊക്കെ എടുക്കാൻ വരുന്നവർ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ തന്നെ അത് റിലീസ് ചെയ്യും. നമ്മളിന്നിപ്പോൾ ഗോൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒരു അപ് ട്രെൻഡ് മൂവിലാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഇന്നലെ ഭയങ്കരമായിട്ടുള്ള ട്രംപിൻ്റെയൊക്കെ പുതിയ ഡിസിഷൻസൊക്കെ വഴി എന്താകും, IT ഫീൽഡൊക്കെ എന്താകും, അങ്ങനെയുള്ളൊരു അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 52 USD പ്ലസിലാണ്. ഡൗ ജോൺസ് നെഗറ്റീവിലാണ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗോൾഡ് ഇപ്പോൾ 1% 0.04% ഡൗണിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ് നോക്കാം. അതോടൊപ്പം തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തെല്ലാം ന്യൂസ് നമ്മുടെ പേരിൽ വരാനുണ്ട്. നമുക്ക് ഇന്ന് 7 മണിയാകുമ്പോൾ, ഇന്ത്യൻ ടൈം 7 മണിയാകുമ്പോൾ നമുക്ക് എന്താ പറയുക, CAD ഒരു ഇത് വരാനുണ്ട്. അതേപോലെ USD വരാനുണ്ട്. നമുക്ക് മെയിനായിട്ട് USD വരുന്നതാണ്. CAD വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ഇൻഫ്ലേഷൻ ഡാറ്റാസൊക്കെ USD എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ CAD ന്യൂസുകളും നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ജോബ്ലെസ് ക്ലെയിംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന മൂവ്മെൻറ്റ്സ് നമുക്കൊരു 7 മണിയൊക്കെ പരമാവധി 7 മണി സമയത്തൊക്കെ ട്രേഡ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ തന്നെ ടാർഗറ്റ് അതിന് മുമ്പ് ഒരു 6:52 ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതിലൊക്കെ പരമാവധി എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. പരമാവധി ഒരു 8 മിനിറ്റൊക്കെ മുമ്പ് പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുക. ഒട്ടുമിക്ക ഫേംസും ന്യൂസ് ട്രേഡൊക്കെ അലൗഡ് ഉണ്ട്. അതിന് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ 5 മിനിറ്റ് മുമ്പ് എടുക്കുന്ന ട്രേഡ് ആ ഒരു സമയത്ത് എക്സിറ്റ് ആയി പ്രോഫിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രോഫിറ്റ് കൗണ്ട് ചെയ്യില്ല, പക്ഷേ ലോസ് ആണെങ്കിൽ ലോസ് കൗണ്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ. ആൽഫ ക്യാപിറ്റലൊക്കെ അത്തരത്തിലൊരു കമ്പനിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ അടുത്ത നമുക്കത് നോക്കി ന്യൂസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോകും. ഓപ്പൺ ഇൻട്രസ്റ്റിൽ പോകുമ്പോൾ ഇന്നൊരു മിക്സഡ് ട്രെൻഡായിട്ടാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ വിഷ്വൽ ചെയ്ത് കാണാൻ വരുന്നത്. ഏകദേശം 2770 ഹാർഡിൽ പ്രൈസാണ്. 2770 എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച്, ഈ ഒരു ഇംബാലൻസ് ഒക്കെ വന്നേക്കുന്ന റേഞ്ചായിട്ട് വരും. എന്തായാലും ഇതൊരു ചെറിയൊരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ ഒരു ബൈയിങ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. ഏകദേശം കൃത്യം 9 മണിക്ക് വന്നതാണ്. ഞാനൊരു 9:15 ഓഫീസിലെത്തി. ഈ ഒരു റേഞ്ചിലൊക്കെയാണ് പിന്നെ ബൈയിങ് ഒക്കെ എടുത്തത്. എന്തായാലും ഈ ഒരു റേഞ്ചൊക്കെ ഇതിപ്പോൾ റിജക്ഷൻ വന്നേക്കുന്നത് കുറച്ച് നേരത്തെ വന്നേക്കുന്ന ഒരു POCയിൽ വന്നേക്കുന്ന ഒരു റിജക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട്
ആ ഒരു റിജക്ഷൻ മാത്രമാണ് അവിടെ എടുത്തേക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് വന്നേക്കുന്ന ഈ യെല്ലോ കളറിൽ കാണുന്ന ഭാഗത്ത് കാണുന്ന റിജക്ഷൻ. അപ്പോൾ നമ്മൾ ആ ബൈയിങ് എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വന്ന ഒരു ട്രേഡിങ്ങിൻ്റെ ഏരിയയാണ് നമ്മളത് ബൈയിങ് സജഷനായിട്ട് ബൈയിങ് മീൻസ് ഒരു മോർണിംഗിൽ തന്നെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് അങ്ങനെ ക്യാച്ച് ചെയ്യാം. വലിയ രീതിയിൽ ബൈ ട്രെൻഡ് ഒന്നല്ല. നമുക്ക് ഈ ഒരു POCയിൽ വന്ന ഈ കാണുന്ന POCയിൽ വന്ന റിജക്ഷനാണ് നമ്മളതിൽ ക്യാച്ച് ചെയ്തത്. ഒരു 59 എന്നൊക്കെ പറയുന്നത് 60 നമുക്ക് കിട്ടിയാൽ ഒരു 62 ഒരു 20 പിപ്സ് മാത്രമേ 25 പിപ്സ് മാത്രമേ ഇപ്പോൾ മൂവ് ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയ SL കിട്ടാൻ മതിയാവും. ഇവിടുന്ന് 59 ആണെങ്കിൽ ഈ ഒരു ലോയൊക്കെ SL ഇട്ടാൽ മതിയായിരുന്നു. ഒരു 10 പിപ്പൊക്കെ SL ഉണ്ടാവുന്നുള്ളൂ. മോർണിംഗിലൊക്കെ അത്രയും ചെറിയ പോയിൻറ്റ്സ് ഒക്കെ ക്യാച്ച് ചെയ്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ ലെവൽസ് ഉള്ളത് ഈ ഒരു ലോവർ ലെവൽ ഈ ഒരു ഏരിയൻ്റെ 2750 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് നമ്മൾ പറയുന്നതെല്ലാം ഫ്യൂച്ചർ പ്രൈസ് ബേസ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെ ഇത് വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ 2750 എന്ന് പറയുന്ന ട്രേഡ് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് അല്ല ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി 2749 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ള കുറച്ചുകൂടി ഓക്കെ 2746 ആയിരിക്കും CFDയിൽ വരാൻ സാധ്യതയുള്ള സപ്പോർട്ട് ഏരിയ. റെസിസ്റ്റൻസ് ഏരിയ ഈ പറഞ്ഞ പോലെ തന്നെ 2754 ബ്രേക്ക് ചെയ്താലായിരിക്കും നല്ലൊരു ട്രെൻഡ് ഉണ്ടാകുക. 2762 നല്ല ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ട്രെൻഡ് ഇന്നിപ്പോൾ എന്തായാലും ഒരു ന്യൂട്രൽ ട്രെൻഡിലാണ് നിൽക്കുന്നത്. അതേപോലെ ന്യൂസ് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷമായിരിക്കും നല്ലൊരു മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്തായാലും ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ട്രേഡ് നമ്മുടെ പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു 50Kയുടെ ഫ്യൂച്ചർ അക്കൗണ്ടൊക്കെ എടുക്കാനായിട്ട് ഏകദേശം 4000 USD മതി. പക്ഷേ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങൾ, കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. അതേപോലെ തന്നെ പേ ഔട്ടിൻ്റെ സമയത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം അക്കൗണ്ട് എടുക്കുക. അതുപോലെ തന്നെ CFD ഫ്യൂച്ചർ പ്രൈസ് ഡിഫറൻസ് മാത്രമല്ലാണ്ട് അതേ മൂവ്മെൻറ്റ്സിലും ചില സമയങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പഠിക്കുക. എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ്.